ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഹെയ് സ്ട്രീം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഫാമിലിയായിട്ട് റോഡ് മാർഗം കേരളത്തിൽ നിന്നും കാശ്മീർ വരെ പോയതും തിരിച്ചുള്ള യാത്രയുടെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ഥലം കൊല്ലം ജില്ലയിൽ പുനലൂരാണ്. തൂക്കുപാലത്തിൻ്റെ നാടായ പുനലൂരിൽ നിന്നും രാവിലെ 8 മണിയോടെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇതാണ് പുനലൂരിൻ്റെ ഐക്കോണിക് സിംബലായ തൂക്കുപാലം. 1877 ഈ തൂക്കുപാലം നിർമ്മിച്ചത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മോട്ടോറബിൾ പാലമാണ്. കല്ലട നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ഇത് ഇന്നും ബ്രിട്ടീഷ് കാലത്തെ എഞ്ചിനീയറിംഗ് അത്ഭുതമായി നിലകൊള്ളുന്നു. ആദ്യ ദിവസത്തെ ഞങ്ങളുടെ ലക്ഷ്യം ബാംഗ്ലൂർ ആയതിനാൽ പുനലൂരിൽ നിന്നും ഞങ്ങൾ കൊല്ലം തിരുമംഗലം ദേശീയപാതയായ NH 744 ആണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. പുനലൂരിൽ നിന്നും NH 44ലേക്ക് എളുപ്പത്തിലും തിരക്കൊഴിഞ്ഞതുമായ റൂട്ടാണ് ഇത്. കൂടാതെ ഈ വഴി കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഭൂപ്രകൃതി ആസ്വദിച്ചു പോവുകയും ചെയ്യാം. കൊല്ലം ജില്ലയിലെ മനോഹരമായ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതി സ്വർഗമാണ് തെന്മല. പുനലൂരിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ഇതേ പാതയിൽ സഞ്ചരിച്ചാൽ തെന്മലയിൽ എത്തിച്ചേരാം. റോഡിൻ്റെ ഇരുവശങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും ഈ സ്ഥലത്തെ ആകർഷമാക്കുന്നു. ആയിരത്തി 1996 ഇന്ത്യയിലെ ഫസ്റ്റ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന ബഹുമതി തെന്മലയ്ക്ക് ലഭിച്ചു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. കൂടാതെ ട്രെക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, മ്യൂസിക്കൽ ഡാൻസിംഗ്, ബട്ടർഫ്ലൈ സവാരി, നക്ഷത്രവനം, റോപ്പ് ബ്രിഡ്ജുകളും തുടങ്ങിയ പാതകളും തുടങ്ങിയ വിനോദ കേന്ദ്രങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. തെന്മലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തെന്മല അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിലൊന്നായ അണക്കെട്ട് മനോഹരമായ കാഴ്ചകളും ബോട്ടിംഗ് സൗകര്യവും പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന വനജീവികളുടെ ആവാസ കേന്ദ്രമാണിവിടെ. തേന്മല എന്ന അർത്ഥമുള്ള പേര് പോലെ തേനീച്ചകളുടെ ആവാസ കേന്ദ്രവും പ്രകൃതിയുടെ സമ്പത്തും നിറഞ്ഞ പ്രദേശം. പ്രദേശത്തെ ആദിവാസി സമൂഹങ്ങൾ തേൻ ശേഖരണത്തിലൂടെയും വനവിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയും ജീവിച്ചിരുന്നു. അതിനാലാണ് തെന്മല എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. ചരിത്രപരമായ പ്രാധാന്യവും പ്രകൃതി സൗന്ദര്യവും സമന്വയിപ്പിച്ച തെന്മല വിനോദസഞ്ചാരികൾക്കും ചരിത്ര സ്നേഹികൾക്കും ഒരുപോലെ കൗതുകകരമായ സ്ഥലമാക്കി മാറ്റുന്നു. ഇതാണ് 13 കണ്ണറ റെയിൽവേ പാലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1903 പണിതുയർത്ത ഈ പാലം ശാസ്ത്രീയ വാസ്തുവിദ്യാ കഴിവിൻ്റെ ഉദാഹരണമാണ്. കല്ലുകൊണ്ട് കെട്ടിപ്പടുത്ത 13 വമ്പൻ ആർച്ചുകൾ മലഞ്ചെരിവുകൾക്ക്
കാടുകൾക്ക് നടുവിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമായി നിലകൊള്ളുന്നു. കണ്ണൂരിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ ആര്യങ്കാവ് കോട്ടവാസലിലേക്ക് എത്തും. ഇവിടം വരെ കൊല്ലം ജില്ലയാണ്. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. നമ്മൾ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. തെങ്കാശി ജില്ലയാണ് ഇവിടെ അതിർത്തി പങ്കിടുന്നത്. തിരുനെൽവേലി ജില്ലയിൽ നിന്നും 34ാമത്തെ ജില്ലയായി 2019 രൂപമെടുത്ത ഒരു ജില്ലയാണ് തെങ്കാശി. കൊല്ലം തിരുമംഗലം ദേശീയപാതയായ NH 744, അതായത് പഴയത് NH 208 നമ്മളിപ്പോൾ പോകുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിരുകൾ കൂട്ടിയിണക്കുന്ന ഒരു പ്രധാന പാതയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന NH 744. ദേശീയപാത 66 നിന്ന് കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് തിരുമംഗലത്ത് വെച്ച് ദേശീയപാത 44 ചേരുന്നു. 206 കിലോമീറ്റർ നീളമുള്ള ഈ പാതയ്ക്ക് കേരളത്തിൽ 81 കിലോമീറ്ററും തമിഴ്നാട്ടിൽ 125 കിലോമീറ്ററുമാണുള്ളത്. ചെങ്കോട്ട, തെങ്കാശി, കടയനല്ലൂർ, ഉളിയംകുടി എല്ലാം നമ്മൾ പിന്നിട്ട് എത്തിയത് രാജപാളയത്തേക്കാണ്. തെക്കൻ തമിഴ്നാട്ടിലെ ചരിത്രപ്രസിദ്ധമായ പട്ടണങ്ങളിൽ ഒന്നാണ് രാജപാളയം. ചുറ്റും മലകളും പാടശേഖരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. ധാരാളം കരിമ്പിൻ പാടങ്ങളും കോട്ടൺ കൃഷിയും വിശാലമായ ഗ്രാമീണ ഭൂദൃശ്യങ്ങളും യാത്രയിൽ കാണാനാകും. സാധാരണ തമിഴ്നാട് നഗരങ്ങളുടെ തിരക്കിനേക്കാൾ ശാന്തമായ പ്രകൃതിയോട് ചേർന്നൊരു നഗരമാണ് രാജപാളയം. രാജപാളയത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ നമ്മൾ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന നഗരങ്ങളിൽ ഒന്നായ
ശ്രീവല്ലിപുത്തൂരിലേക്കാണ്. വിശ്വവിഖ്യാതമായ ആണ്ടാൾ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 100 മീറ്ററിൽ കൂടുതലുള്ള അതിവിശാലമായ ക്ഷേത്രഗോപുരം തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. വൈഷ്ണവ ഭക്തർക്ക് മാത്രമല്ല, ശില്പകലയും ചരിത്രവും സ്നേഹിക്കുന്നവർക്ക് ഒരുപോലെ ആകർഷകമായ നഗരമാണ് ശ്രീവല്ലിപുത്തൂർ. കാറ്റാടി യന്ത്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ ട്രെയിലറിൽ കാണുന്നത്. യന്ത്രത്തിനെ താങ്ങുന്ന വലിയ സ്റ്റീൽ കോൺക്രീറ്റ് തൂണിൻ്റെ ഭാഗങ്ങളാണിത്. റോട്ടർ ബ്ലേഡ്സ് അഥവാ ചിറകുകൾ 3 എണ്ണമാണ് സാധാരണ കാണാറുള്ളത്. 40 മുതൽ 80 മീറ്റർ വരെ നീളമാണ് ഇതിൻ്റെ ബ്ലേഡുകൾക്ക്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയപാതയായ NH-44 ഇന്ത്യയുടെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ്. ഈ ഹൈവേ ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ അവസാനിക്കുന്നു. മൊത്തത്തിൽ 3745 കിലോമീറ്റർ നീളമുണ്ട്. തമിഴ്നാട്ടിലൂടെയാണ് നാഷണൽ ഹൈവേ 44 കൂടുതൽ ദൂരം കടന്നു പോകുന്നത്, 627 കിലോമീറ്റർ. ഏറ്റവും കുറവ് ദൂരം കടന്നു പോകുന്നത് കർണാടക സംസ്ഥാനത്തിലൂടെ 125 കിലോമീറ്റർ. ഒന്നാം ദിവസത്തെ യാത്രയുടെ ലക്ഷ്യം മുൻ നിശ്ചയിച്ചതുപോലെ ബാംഗ്ലൂർ ആയിരുന്നു. പക്ഷേ വൈകിയതിനാൽ അന്നത്തെ യാത്ര ഞങ്ങൾ കൃഷ്ണഗിരിയിൽ അവസാനിപ്പിച്ചു. തുടർന്നുള്ള യാത്രയുടെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.